ഷാരോൺ രാജ് വധക്കേസിൽ കോടതിയുടെ സുപ്രധാന വിധി. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. പ്രതിയുടെ പ്രായം ഉൾപ്പെടെ കണക്കിലെടുത്ത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതിഭാഗം വാദം പൂർണ്ണമായും തള്ളിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. 2 വർഷവും 4 മാസവും നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ വിധി വന്നത്. ഷാരോണിന്റെ കുടുംബത്തെയും കോടതി മുറിയിലേക്ക് വിളിച്ചതിന് ശേഷമായിരുന്നു വിധി പ്രസ്താവം. പ്രതിയുടെ പ്രായം, നേരത്തെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാത്തത് എന്നിവ പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിയെന്നു മാത്രമല്ല, ഗ്രീഷ്മയുടേത് വിശ്വാസവഞ്ചനയും ആസൂത്രിത കൊലപാതകവുമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിഭാഗം പ്രായമുന്നയിക്കുമ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഷാരോണിനും 24 വയസ്സുണ്ടാകുമായിരുന്നുവെന്ന് കോടതി ഓർമ്മപ്പെടുത്തി. സ്ലോ പോയിസണിങ്ങിലൂടെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഗ്രീഷ്മയുടെ ഉദ്ദേശമെന്നും അതിന് പലതവണ ഗ്രീഷ്മ ശ്രമിച്ചെന്നും വിധി പ്രസ്താവത്തിലുണ്ട്. അതേസമയം മരണത്തോട് മല്ലിടുന്ന സമയത്തും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നെന്നും കോടതി പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് 57 സാക്ഷികളെ വിസ്തരിച്ചു. കേസിൽ നിരവധിയായ സാഹചര്യ തെളിവുകൾ ലഭിച്ചതായും കോടതി പറഞ്ഞു. കൊലപാതകത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ജീവന് ഹാനിയുണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക, പോലീസ് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം എന്നിവയാണ് ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ. 2022 ഒക്ടോബർ 14-നാണ് ഗ്രീഷ്മ ഷാരോണിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചുവരുത്തി കാപ്പിക്കോ എന്ന കളനാശിനി കലർത്തിയ കഷായം നൽകിയത്. പിന്നീട് 11 ദിവസത്തിനു ശേഷമാണ് ഷാരോൺ കൊല്ലപ്പെടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.